ആദായനികുതി റിട്ടേണുകൾക്കും പാൻ കാർഡിനും ആധാർ നിർബന്ധമാക്കിയത് ചോദ്യം ചെയ്ത് CPI നേതാവ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി വിധി. റിട്ടേണിനും പാൻ കാർഡിനും ആധാർ നിർബന്ധമാക്കി ആദായനികുതി നിയമത്തിലെ 139 AA വകുപ്പിൽ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന ഹർജിക്കാരുടെ വാദം കോടതി തള്ളി. ഭേദഗതി ശരിവെച്ച കോടതി പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ഭാഗിക ഇളവ് അനുവദിച്ചത്. നിലവിൽ ആധാർ ഉള്ളവർ ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ നിർബന്ധമായും ആധാർ വിവരങ്ങൾ നൽകണം. ആധാർ ഇല്ലാത്തവർ ഇത് നൽകേണ്ടതില്ല. ആധാർ ഇല്ലെന്ന കാരണത്താൽ റിട്ടേണുകൾ സമർപ്പിക്കുന്നത് തടയാനാവില്ല. അതുപോലെ ആധാർ ഉള്ളവർ പാൻ കാർഡുമായി അത് നിർബന്ധമായും ലിങ്ക് ചെയ്യണം. ജൂലൈ 1 മുമ്പ് ലിങ്കിംഗ് പൂർത്തിയാക്കാത്തവരുടെ പാൻ കാർഡ് അസാധുവാകും. എന്നാൽ ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഇത് ബാധകമല്ല. ആധാർ കേസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ അന്തിമവിധി വരുന്നതുവരെയാണ് ഇളവുകൾ. 139 AA വകുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനാ പ്രശ്നങ്ങളെല്ലാം ആധാർ കേസ് കേൾക്കുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു. ആധാർ വിവരങ്ങൾ ചോരുന്നുണ്ടെന്ന ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. PS വിനയ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.